മഞ്ഞ വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ഇത് കണ്ട ജാതിക്ക ഒക്കെ വിളഞ്ഞ് വീഴുന്ന സമയമാണ്. ഇതിങ്ങനെ വീണ് കഴിയുമ്പോൾ ഇത് തുറന്ന് ഇതിനകത്തുള്ള ഈ സീഡ് ഉണ്ടല്ലോ, ഇത് ഹൈലി എക്കണോമിക്കലി ആണ്, എന്ന് വെച്ചാൽ നല്ല വിലയുള്ളതാണ്. ഇത് നമുക്ക് ഉണക്കി ഇതിൻ്റെ ജാതിപത്രിയും ഇതിൻ്റെ സീഡും ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ ഫ്രൂട്ട് എല്ലാവരും വലിച്ചെറിയും. ഇതിന് രണ്ട് നല്ല ഉപയോഗമുണ്ട്. ഒന്ന്, ഇത് ഇങ്ങനെ തന്നെ ചമ്മന്തി അരിച്ചാൽ വയറ്റിലസുഖത്തിന് നല്ല മരുന്നാണ്. പിന്നെ ഇത് ജ്യൂസ് അടിച്ച് പഞ്ചസാര സിറപ്പും ചേർത്ത് സൂക്ഷിച്ച് വെച്ചാൽ എപ്പോൾ വയറ്റിൽ പ്രശ്നമുണ്ടോ ഇത് കുടിച്ചാൽ മതി. അടുത്തതാണ് വില്ലൻ, അതായത് ഇത് നമുക്ക് നന്നായിട്ട് വൈൻ ഉണ്ടാക്കാൻ നല്ലതാണ്. ഇത് സിറപ്പ് ഉണ്ടാക്കുന്നതും വൈൻ ഉണ്ടാക്കുന്നതും ഞാൻ കാണിച്ചു തരാം. ഔഷധ ഗുണമുള്ള ഈ ജാതിക്ക വൈനിടാൻ വേണ്ടി അത്രയും തന്നെ എമൗണ്ട് വെള്ളം, അതിൻ്റെ കൂടെ ഒരു ബേ ലീഫ്, 2 കരയാമ്പൂവ്, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും ചേർത്ത് ഈ കുക്കറിൽ 2 വിസിൽ വരെ വേവിക്കാൻ പോവുകയാണ്. ഈ ഭരണിക്ക് 1/2 ഭരണി ജാതിക്ക ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ആ ജാതിക്ക ജ്യൂസിലോട്ട് ഈ 1 കപ്പ് പഞ്ചസാരയും ആ കൂട്ടത്തിൽ കുറച്ച് ഗോതമ്പ്, 2 ഗ്രാമ്പു, 2 ഏലക്ക, സ്വല്പം ഇഞ്ചി ചതച്ചതും ചേർത്ത് കിഴി കെട്ടി ഇതിനകത്തോട്ടിട്ട് മൂടിക്കെട്ടി വയ്ക്കാം. റെഡിയാക്കിയ കിഴി ഇതുപോലെ ഈ ഭരണിയിലോട്ട് ഇറക്കി അതിൻ്റെ ഈ നൂല് അറ്റം കുറച്ച് പുറത്തോട്ട് കിടക്കുന്ന പോലെ സ്വല്പം ലൂസായിട്ട് വേണം അടച്ചു വയ്ക്കാൻ. പിന്നീട് എല്ലാ ദിവസവും ഈ തടിത്തവി കൊണ്ട് ഇത് ഒരേ സൈഡിലോട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 12 ദിവസത്തേക്ക് ഇത് ഇളക്കേണ്ട ആവശ്യമുണ്ട്. നല്ല കട്ടിയുള്ള ഒരു ടർക്കി ടവൽ കൊണ്ട് പൊതിഞ്ഞ് ഈ ഭരണി ഇരുട്ടുള്ള സ്ഥലത്ത് എടുത്തു വെക്കണം. 12 ദിവസത്തെ ഫെർമെൻറ്റേഷൻ പൂർത്തിയായി. ആ കിഴി എടുത്ത് മാറ്റി നന്നായിട്ട് അരിച്ച് ജാതിക്ക വൈൻ റെഡിയായി.